നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനകം പല തോൽവികളും വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ട പരാജയം കേവലം ഒരു തെരഞ്ഞെടുപ്പ് പരാജയമല്ല, മറിച്ച് ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം ദയനീയമായ ഒരു വീഴ്ചയായിരുന്നു. ഈ പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദികളിൽ ഒരാളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എം.വി. നിവേഷ് കുമാറും അദ്ദേഹത്തിന്റെ PR ടീമുമാണ്. ഇപ്പോഴദ്ദേഹം പഴയ ലാവണമായ റിപ്പോർട്ടർ TV-യിലേക്ക് തിരിച്ചു പോകുന്നു എന്ന വാർത്തകൾ, അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വഹിച്ച പങ്കും അദ്ദേഹം നയിച്ച PR ക്യാമ്പയിനും ചർച്ചയാകുന്നത് സ്വാഭാവികമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗിക പ്രചാരണ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് പ്രത്യേക PR ടീം വഴി ജനവികാരം അനുകൂലമാക്കാമെന്ന ധാരണയിലാണ് ഈ പരീക്ഷണം നടത്തിയത്. എന്നാൽ ഫലം തികച്ചും വിപരീതമായിരുന്നു. യഥാർത്ഥ ജനവികാരം മനസ്സിലാക്കുന്നതിൽ ഈ PR ടീം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയാതെ വയ്യ. ജനങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും അഭിസംബോധന ചെയ്യുന്നതിന് പകരം ചില പ്രത്യേക തന്ത്രങ്ങളും ഇമേജ് ബിൽഡിംഗ് കസർത്തുകളും മാത്രമാണ് അവർ മുൻഗണന നൽകിയത്. താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരിലും അണികളിലും ഇത് വലിയ അതൃപ്തി ഉണ്ടാക്കി. മാത്രമല്ല, LDF-ന്റെ വിശ്വസ്തരായ പല വോട്ടർമാരും ഈ കോർപ്പറേറ്റ് ശൈലിയിലുള്ള പ്രചാരണം കണ്ട് പാർട്ടിയിൽ നിന്ന് തന്നെ അകന്നുപോയി. അതിനൊരു കാരണവുമായി. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നികേഷ് കുമാറിനുള്ള അനുഭവ സമ്പത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ PR സംഘം മുന്നോട്ട് വെച്ച തന്ത്രങ്ങൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായും പ്രവർത്തന ശൈലിയുമായും ഒത്തുപോകാത്തതായിരുന്നു. ജനവികാരം തിരിച്ചുവിടാനുള്ള ഒരു കുറുക്കു വഴി എന്ന നിലയിൽ PR തന്ത്രങ്ങൾ പരീക്ഷിച്ചപ്പോൾ അത് തിരിച്ചടിയായി. ഒടുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലത്തെയും വലിയ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഈ PR പരീക്ഷണങ്ങൾക്കും അതിൻ്റെ സൂത്രധാരകന്മാരും കൂടി ഏറ്റെടുക്കേണ്ടി വരും. നികേഷ് കുമാർ ഇപ്പോൾ തൻ്റെ പഴയ തട്ടകത്തിലേക്ക് മടങ്ങുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്രയും വലിയ തിരിച്ചടി നേരിട്ട ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തനിക്ക് പറ്റിയ പിഴവുകളെക്കുറിച്ചും അദ്ദേഹം നയിച്ച PR തന്ത്രങ്ങളെക്കുറിച്ചും ഒരു ആത്മപരിശോധന ചെയ്യണം. ഇത് കേവലം ഒരു വ്യക്തിയുടെ തോൽവിയല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിൽ നിന്നകന്നുപോയ PR തന്ത്രങ്ങളുടെയും അത് വിശ്വസിച്ച ഒരു പാർട്ടിയുടെയും ദയനീയമായ വീഴ്ചയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പരാജയത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളിൽ ഇതും കൂടി ഉൾപ്പെടുത്തണം.